സ്പേസ് എക്സിന്റെ ഗ്രഹാന്തര റോക്കറ്റ് സ്റ്റാർഷിപ്പിന്റെ 8ാം പരീക്ഷണ വിക്ഷേപണം പൊട്ടിത്തെറിയിൽ അവസാനിച്ചിരുന്നു. 7ാം പരീക്ഷണ വിക്ഷേപണത്തിലെ തനിയാവർത്തനമാണ് 8ാം വിക്ഷേപണത്തിന്റെ പൊട്ടിത്തെറിയിലും സംഭവിച്ചത്. മുകളിലെ ഷിപ്പ് ഭാഗം നിയന്ത്രണം നഷ്ടമായി അഗ്നിഗോളമാവുകയായിരുന്നു. സ്റ്റാർഷിപ്പിന്റെ പൊട്ടിത്തെറിയുടെ നിരവധി വീഡിയോകളും ഫോട്ടോകളും പുറത്തുവന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡോൺ പെറ്റിറ്റ് പകർത്തിയ ചിത്രങ്ങളായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ നാസയുടെ സഞ്ചാരിയായ ഡോൺ പെറ്റിറ്റ് ആണ് പൊട്ടിത്തെറി ക്യാമറയിലാക്കിയത്. മുമ്പും അനേകം വിസ്മയ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ള പെറ്റിറ്റിന്റെ ഈ ശ്രമവും ശ്രദ്ധ നേടി. സ്റ്റാർഷിപ്പ് ബഹിരാകാശ വിക്ഷേപണ വാഹനം അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന നിമിഷം പെറ്റിറ്റ് ക്യാമറയിലാക്കി. തുടർച്ചയായ 2ാം വിക്ഷേപണ ശ്രമത്തിലും സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ 2ാം ഭാഗം സ്പേസ് എക്സിന് വിജയിപ്പിക്കാനായില്ല. പൊട്ടിത്തെറിയെ തുടർന്ന് ഫ്ലോറിഡയിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. 1 മണിക്കൂറോളം നേരത്തേക്ക് വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു. അമേരിക്കയിൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ടെക്സസിലെ ബൊക്ക ചിക്ക ബീച്ചിന് സമീപമുള്ള സ്റ്റാർ ബേസിൽ നിന്ന് കുതിച്ചുയർന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് സ്റ്റാർഷിപ്പിന്റെ ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗം ഛിന്നഭിന്നമായത്. ഇതോടെ ബഹിരാകാശത്ത് റോക്കറ്റ് മാലിന്യങ്ങൾ നിറഞ്ഞതോടെ വിമാന സർവീസുകൾ വൈകിപ്പിക്കാനും വഴിതിരിച്ചുവിടാനും കാരണമായി. റോക്കറ്റ് അവശിഷ്ടങ്ങൾ പതിച്ച് വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായിരുന്നു ഈ മുന്നൊരുക്കം. സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ ഫ്ലോറിഡയിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ 1 മണിക്കൂറോളമാണ് വൈകിപ്പിച്ചത്. മിയാമി എയർപോർട്ടിലും സർവീസുകൾ നിലച്ചു. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് മുകളിലൂടെയുള്ള നിരവധി വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.